പാനൂർ സ്ഫോടനത്തെ സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് ഗൗരവതരമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്ഫോടനം ലക്ഷ്യം വെച്ചുള്ള ബോംബ് നിർമ്മാണ കേസ് അന്വേഷണത്തിന് സർക്കാർ തടസ്സമാകുകയാണെന്നും താമരശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ട് ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ്. പാനൂർ സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്ന് വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുക. RSS BJP നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സങ്ങളാണ് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നാണ് ആദ്യം പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത്. പക്ഷെ DYFIയുടെയും CPIMന്റെയും ഉന്നത നേതാക്കളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ബോംബ് നിർമ്മാണം പ്രാദേശിക തലത്തിൽ മാത്രം ആസൂത്രണം ചെയ്തതാണ് എന്ന് കരുതാനാവില്ല. ഉന്നതരായിട്ടുള്ള RSS BJP നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ബോംബ് നിർമ്മാണം ഉയർന്ന തലത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ്. CPMന്റെ ഉന്നത തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഏരിയ തലത്തിലുള്ള നേതാക്കളെല്ലാം സ്ഫോടനം നടന്ന ഉടനെ സംഭവസ്ഥലം സന്ദർശിക്കാനും പിന്നീട് പ്രതികളുടെ വീടുകളിൽ ചെല്ലാനും കുറ്റക്കാരെ സംരക്ഷിക്കാനും തയ്യാറായത്. അപ്പൊ ഇത് ഉന്നതതല CPM നേതൃത്വത്തിന്റെ അറിവോടും ആസൂത്രണത്തോടും കൂടി നടന്ന ഒരു ബോംബ് നിർമ്മാണമാണ്. ബോംബ് നിർമ്മാണത്തിൽ ഉന്നതരായ CPM നേതാക്കൾ കുടുങ്ങുമെന്നായപ്പോൾ അന്വേഷണം തടയിടാനാണ് ശ്രമം. RSS BJP നേതാക്കളെ വധിക്കാൻ തീരുമാനിച്ചാണ് ബോംബ് നിർമ്മിച്ചത്. CPM നേതാക്കൾ പ്രതികളുടെ വീട്ടിൽ പോയത് സംഭവത്തിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.